ആന്ധ്രാപ്രദേശ് സ്കൂട്ടർ ലിമിറ്റഡ് APSL 1974 ആന്ധ്രാപ്രദേശിലെ പട്ടാഞ്ചേരുവിലാണ് സ്ഥാപിതമായത്. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ആൽവിൻ. 70കളിലും 80കളിലും ആൽവിൻ റെഫ്രിജറേറ്ററുകളും ആൽവിൻ വാച്ചുകളും ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായിരുന്നു. കെടുകാര്യസ്ഥത മൂലം കനത്ത നഷ്ടത്തെ തുടർന്ന് 95-ൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ ഈ കമ്പനിയും അടച്ചുപൂട്ടി. കമ്പനിക്ക് 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ബസ് ബോഡി നിർമ്മാണം, വാച്ചുകൾ, റെഫ്രിജറേറ്ററുകൾ എന്നിവ നിർമ്മിക്കുന്ന 3 വിഭാഗങ്ങൾ. പഴയ ഹൈദരാബാദ് ആൽവിൻ ലിമിറ്റഡിന്റെ വാച്ച് ഡിവിഷൻ ആൽവിൻ വാച്ച് ലിമിറ്റഡ് എന്ന പേരിൽ പുതിയ കമ്പനിയായി രൂപീകരിച്ചു. ഓട്ടോ ആൻഡ് ബോഡി ഡിവിഷൻ ആൽവിൻ ഓട്ടോ ലിമിറ്റഡ് എന്ന പേരിൽ പുതിയ കമ്പനിയായും രൂപീകരിച്ചു. ആന്ധ്രാപ്രദേശ് സ്കൂട്ടർ ലിമിറ്റഡ് APSL ആൽവിൻ പുഷ്പാക്ക് എന്ന ബ്രാൻഡിൽ സ്കൂട്ടറുകളും വെസ്പ PL 170 എന്ന പേരിൽ പിയാജിയോ സ്കൂട്ടറുകളും നിർമ്മിച്ചിരുന്നു. ലാംബട്ര സീരീസ് 3 അടിസ്ഥാനമാക്കി ആന്ധ്രാപ്രദേശിൽ ആൽവിൻ പുഷ്പാക്ക് സ്കൂട്ടറുകൾ നിർമ്മിച്ചു. പൂനെയിൽ വിജയ് സൂപ്പറായും മാണ്ഡിയിൽ ഫാൽക്കൺ എന്നിങ്ങനെ ലാംബട്ര സീരീസുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പേരുകളിൽ നിർമ്മിച്ചിരുന്നു. സ്കൂട്ടറിന്റെ ബ്രോഷർ പ്രകാരം ജാപ്പനീസ് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വെഞ്ചുറി കാർബുലേറ്റർ എഞ്ചിനിലുണ്ട്. ഈ സാങ്കേതിക വിദ്യ എഞ്ചിന് ടാങ്കിലേക്ക് മതിയായ അളവിൽ ഇന്ധനം ചാർജ് ചെയ്യാൻ അനുവദിച്ചിരുന്നു. 13 സെക്കൻഡിനുള്ളിൽ 60 കിലോമീറ്റർ വേഗത കൈവരിക്കാമെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു. എഞ്ചിൻ 150 cc 2 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ആയിരുന്നു. പവർ 916 PHPയും. സ്കൂട്ടറിന്റെ മൈലേജ് 56 കിലോമീറ്റർ ആയിരുന്നു. മറ്റൊരു പ്രത്യേകത, സ്കൂട്ടറിന് കമ്പനി 12 മാസം വാറണ്ടി അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വാറണ്ടി നൽകിയിരുന്നു. ഇന്നത്തെ നിലവാരം വെച്ച് കണക്കാക്കുമ്പോൾ ഇത് ചെറുതായി തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് ഇത് വലിയൊരു ഓഫറായിരുന്നു. 89-ൽ ആൽവിൻ സ്വകാര്യവൽക്കരിക്കുകയും മഹീന്ദ്രയ്ക്ക് വിൽക്കുകയും ചെയ്തു. മഹീന്ദ്ര നിസാൻ ആൽവിൻ ലിമിറ്റഡ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 94-ൽ MNAL മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ലയിപ്പിച്ചു. സാഹിരാബാദ് യൂണിറ്റ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ലഘു വാണിജ്യ വാഹനങ്ങളുടെ യൂണിറ്റാക്കി മാറ്റി. പഴയ ആൽവിൻ LCV ഇപ്പോഴും മഹീന്ദ്ര ലോഡ് കിങ് എന്ന പേരിൽ ലൈറ്റ് ടിപ്പർ പോലെയുള്ള വിവിധ വാഹനങ്ങൾ നിർമ്മിക്കാൻ മഹീന്ദ്ര ഉപയോഗിക്കുന്നുമുണ്ട്. ഈ സ്കൂട്ടർ കേരളത്തിൽ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. വളരെ കുറച്ച് വാഹന പ്രേമികളുടെ കയ്യിൽ മാത്രമേ ആൽവിൻ പുഷ്പാക്ക് ഉള്ളൂ.